നമ്മുടെ മച്ചമ്പി വന്നെ കേട്ടാ. എടാ ഇവിടെടാ ഇവിടെടാ. വേഗം കയറ്റി അടുത്ത ഷോട്ട് എടുത്തോളേ. അപ്പുറത്തേക്ക് പോടാ പൊട്ട. മതി ഇവിടെ തിന്നിട്ട് കണ്ട അപ്പുറത്തേക്ക് പോടാ. അത് തന്നെ കോഴി ഇത റൈറ്റ്. അതെ അതേ പോയി എന്നെ പിടിച്ചു. ചെല്ലിട പൊട്ട താളഞ്ഞോട്ടി കണ്ടു. നോക്കിപ്പോടെ പാമ്പുണ്ടാവും. നോക്ക് സൂക്ഷിച്ചു. ഒന്ന് വിശ്വാസമില്ല. മതിയടാ തിരിച്ചു മുറിച്ചൊക്കെ സെറ്റാക്കാം. സെറ്റ് സെറ്റാക്കാം പൊളി. ഇന്നത്തെ കൊള്ളായ മച്ചാനെ. സെറ്റ് വേഗം വന്നേടാ. നീ അവിടെ പൊളിച്ചിട്ട് വന്നിങ്ങൾ. ഞങ്ങളപ്പോൾ കറിയും മസാലയും സെറ്റും ക്യാരറ്റും അങ്ങനെ സാലഡിനുള്ള സാധനങ്ങളും പിന്നെ മാരിനേറ്റുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ കൊണ്ട് ചുള്ളിക്കൊമ്പൊക്കെ വെച്ചിട്ട് ഒന്ന് കുറച്ച് തീയും എല്ലാം റെഡിയാക്കി എടുക്കില്ലടാ. കുറച്ച് സമയം എടുക്കുന്നില്ല ക്ഷമയായിട്ട് കണ്ടുപിടിക്കണോ. അപ്പോൾ ഈ ഒരു നൈസ് മഴയൊക്കെയുള്ള ക്ലൈമറ്റിൽ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് കണ്ട് നിങ്ങൾ അനുകരിക്കരുത്. ഞങ്ങൾ കഴിക്കണം കണ്ടുകൊണ്ടിരിക്കണം കേട്ടല്ലോ. അതിന് ചക്കനെ കൊണ്ട് ഉപ്പും കൂടെയൊക്കെ പറപ്പിക്കണേ. ചിക്കൻ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് തീയിലൊക്കെ കാണിച്ച് ചൂടാക്കുമ്പോൾ അതിൻ്റെ തൂവലും ഫുള്ളായിട്ട് അങ്ങോട്ട് കരിച്ച് അങ്ങോട്ട് കളയുക. ചൂട് കൊടുത്ത് സിമ്പിളായിട്ട് പോരും. നമ്മൾ വെള്ളത്തിലിട്ട് പുഴുകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കഴിയാൻ നേരത്ത് ഈ സാധനം കൊണ്ട് അങ്ങോട്ട് വെക്കുക. ശരിക്കും അങ്ങോട്ട് രണ്ട് മൂന്ന് വെള്ളത്തിനകത്ത് കഴുകിയെടുക്കുക. 3-4 പ്രാവശ്യം അങ്ങ് കഴുകിയെടുക്കുക. അപ്പോൾ നീറ്റാവും. ഇതിൻ്റെ വിയർപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ബോഡിയിൽ. എല്ലാം അഴുക്കൊക്കെ കളയുക. എന്നിട്ട് ഇങ്ങനെ വാഴയിലിട്ടിട്ട് കുത്തി വെക്കണം കേട്ടോ. കേട്ടോ സെറ്റാക്കി ഞാൻ നിർത്താം കുറച്ച് നേരം. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള സെറ്റാക്കി വെച്ചേക്കണം. ആ പൊടികൾ ഉപ്പും മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് പൊടിച്ചങ്ങ് എടുക്കുക. അപ്പോൾ കുറച്ച് തേൻ ഒഴിക്കണം കേട്ടോ. തേൻ ഒഴിച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റ് വരുള്ളൂ. ഇതിന് മെയിനായിട്ട് കുറച്ച് സ്വീറ്റായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ നോക്കണം വെച്ച്. അങ്ങനെ കറക്കി അവൻ്റെ കറക്കൽ കണ്ട പതിയെ ഇരുന്ന് കറക്കണം. ഓക്കെ. എൻ്റെ തുപ്പിറ വൃത്തിയിട്ടാണ് തേച്ച് പിടിപ്പിക്കുന്ന ആൾക്കാർ വരും. അവസാനം കുറച്ച് അടക്കം വന്നാൽ തീന വേഗം ചെയ്തു. ഇവിടെ മര്യാദക്ക് തേക്കടാ. ഫസ്റ്റത്തേലായിട്ടില്ല കേട്ടോ. ലെഫ്റ്റ് സൈഡിലിരിക്കണതിലായിട്ടില്ല. ഇവനെന്താണിത് ബോഡി ഷോപ്പ് കൊണ്ടുപോയി. എടാ മതിയുടെ തേച്ച് പിടിപ്പിച്ചത്. സമയങ്ങൾ മൂടങ്ങൾ എല്ലാം മൂടി വേഗം മതി. മണ്ണൊക്കെ വെച്ച് പൊട്ടാനുള്ള സമയം ഇവിടെ വേഗം ചെയ്യടാ. പൊട്ടെ മതിയടാ പൊട്ടിപ്പോത്. അപ്പം ഇനി അടുത്ത ചെയ്യാനുള്ളത് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കൂട്ടി വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തീയിടുക. കാട്ടി തീ ആക്കരുത് കേട്ടോ. കാലിഫോണിലെ പോലെ. എടാ കുറച്ചായിട്ട് കത്തിക്കടാ. നീ ഇവിടെ ആൾക്കാരെ കൂട്ടും. പതിയടാ മതിയാക്കി. അതെ എല്ലാം ലക്കങ്ങൾ വേസ്റ്റ് ആകില്ല. പൊട്ടിക്കില്ല. പതിയെ പോക്കും. സെറ്റ് കൊള്ളാം. നൈസ്. വെന്തണ്ടെന്ന് വേണ്ട അത്യാവശ്യം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് അതിനോട് കുറച്ച് ചമ്മന്തി വേണം. അതായത് വെളുത്തുള്ളി, ഉണക്കമുളക്, ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം. നൈസ് ടേസ്റ്റാണ്. നമ്മൾ മസാല ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പിടണം. ഉപ്പിടണം പൊട്ടൻ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കടാ. ഓരെന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കുക. അതുമാതിരി മതിയാ. ഒഴിച്ച് മതി. ഞാൻ കറക്കിങ്ങനെ എടുക്കുന്ന നാരങ്ങ ഒഴിച്ച് സെറ്റാണ് കേട്ടോ. കൊള്ളാം. നാരങ്ങ ഒഴിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ പുളിപ്പ് ടേസ്റ്റ് ഇങ്ങോട്ട് വരണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സാധനം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ക്ലാസ് കൂട്ടിൻ്റെയൊക്കെ പിള്ളേർ കളിക്കാനൊക്കെ കഞ്ഞി കൂട്ടുണ്ടായി കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കളിച്ച് നോക്കുക. അടിപൊളിയാണ്. മൊബൈൽ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് കാണാം. പൊളി. ഈ ബ്ലഡി ഗ്രാമവാസി നോക്കി കണ്ടൊക്കെ പൊട്ടിപ്പോവും. എടാ പതിയെ പൊക്കട. കാലം കരിയാക്കി മൊത്തവനൻ്റെ അത്. പൊക്കങ്ങള് എന്താണ് ഉഷാറില്ല. ഇവനെ കഞ്ഞി പിടിച്ചിട്ടില്ലേ. ചിക്കൻ പൊട്ടിപ്പോന്നു കാലം. ഇവൻ കാണിക്കാനായിട്ട് ആരും ഭയങ്കര പ്രൈസാന്നിരിക്കണ്ട. എല്ലാവരും അത് ചവർപ്പ് ടേസ്റ്റാണ്. വെറുതെ കാണിക്കുന്നപ്പോൾ വീഡിയോ ബൂസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
എടുക്ക് കൊണ്ടുപോയി ചാമ്പ വേഗം എടുത്തിട്ടുണ്ട് വടപ്പന് ഭയങ്കര ബിൽഡപ്പുള്ള എന്നിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നാടൻ കോഴി, നാടൻ ബ്രോയിലർ കോഴിയാണ് ഇവിടെ ഓടിയെന്ന് വെച്ച കോഴിയാണ്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എടാ ഒന്ന് തിന്നടപ്പനെ കണ്ടിട്ട് കൂടിയാണ്. തെങ്ങിൽ കളിക്കട കറക്റ്റ് അടിക്കട്ടാ അങ്ങോട്ട്. ആ പണ്ടാരടുത്ത് മുള്ളു പോലത്തെ എല്ലാം തൊണ്ടൊക്കെ ചാവും. കണ്ടിട്ട് കൂടിയാണ് ചേട്ടാ. ഞാനിങ്ങനെ എടുത്തോണ്ട് വെക്കേണ്ടി വരുമോ വീഡിയോ അവസാനം വരെ? എടാ ചമ്മന്തി മുക്കടം പോയിട്ട് ആ മുക്കടി അങ്ങനെ കലക്ക് കറക്കി കറക്കും. കൊള്ളാം എങ്ങനെയുണ്ട് ഒന്ന് പറയാ കൊള്ളാമെന്ന്. എടാ നീ മൈൻഡ് ചെയ്യടാ. ഞങ്ങൾ വീഡിയോ എടുത്താൽ മാത്രം മതിയാ കൊള്ളാല്ല. നീ ഇന്ന് നല്ല ഓ